ബിഗ് ബോസ് മലയാളം സീസൺ 7 11-ാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ വമ്പൻ ടെസ്റ്റുമായി ബിഗ് ബോസ് എത്തിയിരിക്കുന്നു. കഴിഞ്ഞയാഴ്ചയാണ് അവസാനമായി മത്സരാർത്ഥികൾക്ക് അവരുടെ റേസിംഗ് സ്റ്റാർ ബാഡ്ജുകൾ മാറ്റി നൽകിയത്. പരസ്പരം മത്സരിച്ച് ബാഡ്ജുകൾ മാറ്റാൻ ഒരു അവസരം നൽകിയതെന്നായിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും രാവിലെ പുതിയ ടാസ്കുമായി ബിഗ് ബോസ് എത്തിയിരിക്കുന്നു. ടാസ്ക് ഇങ്ങനെയാണ്: ബിഗ് ബോസ് വീട്ടിലെ ഗാർഡൻ ഏരിയയിൽ 2 വൃത്തങ്ങൾ വരച്ചിരിക്കും. ഏറ്റവും നടുവിലായി ഒരു ചെറിയ വൃത്തവും അതിന് പുറത്ത് വലിയ ഒരു വൃത്തവും. വലിയ വൃത്തത്തിന് പുറത്ത് മത്സരാർത്ഥികൾ നിൽക്കണം. നടുവിലെ ചെറിയ വൃത്തത്തിനുള്ളിൽ നിലവിൽ ഉള്ള 3 മത്സരാർത്ഥികളുടെയും ബാഡ്ജുകൾ നിരത്തി വച്ചിട്ടുണ്ടാകും. ഈ ബാഡ്ജുകൾ ബസർ അടിക്കുന്ന സമയത്ത് മത്സരാർത്ഥികൾക്ക് കൈവശപ്പെടുത്താവുന്നതാണ്. അടുത്ത ബസർ അടിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ഈ ബാഡ്ജ് ഉള്ളത് അവർക്കായിരിക്കും ഇനി മുന്നോട്ടുള്ള സമയത്ത് ഈ ബാഡ്ജിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ നിലവിൽ കയ്യിൽ ബാഡ്ജുള്ള നെവിനും ആദില നൂറമാരും ആര്യനും ബാഡ്ജ് നടുവിലെ പൊസിഷനിൽ വെക്കുന്നു. ബസർ അടിക്കുമ്പോൾ തന്നെ ആര്യൻ പെട്ടെന്ന് ചെന്ന് 2 ബാഡ്ജുകൾ എടുക്കുന്നു. ആ 2 ബാഡ്ജുകളിൽ ഒന്ന് ആര്യൻ കൈവശം വെച്ച മറ്റൊന്ന് പുറകോട്ട് ഇട്ട് കൊടുക്കുന്നു. അത് ഗിസേൽ എടുക്കുന്നു. 3-ാമത്തെ ബാഡ്ജ് ആ കൂട്ടത്തിൽ നിന്ന് ഷാനവാസ് എടുക്കുന്നു. അങ്ങനെ പുതിയ ക്രമം അനുസരിച്ച് ആര്യൻ, ജിസേൽ, ഷാനവാസ് എന്നിവർക്ക് മാത്രമാണ് ബാഡ്ജിൻ്റെ ടാസ്കിൽ അവസാനം മറ്റൊരു ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. ടാസ്കിന് ശേഷം ബിഗ് ബോസ് മത്സരാർത്ഥികളെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ച് അവിടെ വെച്ച് ബിഗ് ബോസ് ജസൈലിനോട് പറയുന്നുണ്ട്, നിയമലംഘനത്തിൻ്റെ ഭാഗമായി ബാഗുകൾ നാട്ടിലേക്ക് അയച്ചതുകൊണ്ടും തുടർന്നും നിയമലംഘനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഗിസേലിന് ആ ബാൻഡ് കൈവശം വെക്കുന്നതിനോ സ്വന്തം വസ്തുക്കൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനോ കഴിയുകയില്ല. അതുകൊണ്ട് ഗിസേലിന് കിട്ടിയ ബാഡ്ജ് മറ്റേതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് കൈമാറണം. പിന്നീട് മത്സരാർത്ഥികൾ പലരും ഈ സമയത്ത്, പ്രത്യേകിച്ചും അഭിലാഷിന് കാലിൽ സോക്സ് ഇടാനും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് അഭിലാഷിൻ്റെ ചില സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അഭിലാഷിൻ്റെ ബാഗേജ് കിട്ടിയാൽ കൊള്ളാം എന്ന് മത്സരാർത്ഥികൾ പലരും സജസ്റ്റ് ചെയ്യുന്നതോടുകൂടി ജിസേൽ ആ ബാഡ്ജ് അഭിലാഷിന് നൽകുന്നു. അങ്ങനെ ഈ ആഴ്ച ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ബിഗ് ബോസിലെ ബാഡ്ജുകളുടെ ഉടമസ്ഥർ ആര്യൻ, ഷാനവാസ്, അഭിലാഷ് എന്നിവരാണ്. മറ്റൊരു കാര്യം, ജിസേലിന് കിട്ടിയ ബാഡ്ജ് അഭിലാഷിന് കിട്ടിയതോടുകൂടി സ്ത്രീകളുടെ ഇടയിൽ ആർക്കും ബാഡ്ജില്ല എന്നതാണ്. ഇതിൻ്റെ പ്രധാന ഭവിഷ്യത്ത് എന്താണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ ഇനി സ്ത്രീകൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് സൂക്ഷിക്കാനും അവ ലഭ്യമാക്കാനും വളരെയേറെ പ്രശ്നങ്ങളുണ്ടാകും എന്നത് തന്നെയാണ്. ഇനി ബിഗ് ബോസ് വീട്ടിലുള്ളവരുടെ ആശ്രയം ഒന്നുകിൽ ഒളിച്ച് എവിടെയെങ്കിലും സൂക്ഷിക്കുന്ന മേക്കപ്പ് വസ്തുക്കളോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഷോ ചെയ്യാനായി സൂക്ഷിച്ചിരിക്കുന്ന മേക്കപ്പ് വസ്തുക്കൾ എടുത്തുപയോഗിക്കുക എന്നതോ മാത്രമാണ്. നിലവിൽ ബാഡ്ജ് നഷ്ടപ്പെട്ട നെവിനും അതുപോലെ തന്നെ ആദില നൂറമാർക്കും അവരുടെ ബാഗുകൾ തിരികെ നൽകേണ്ടി വരും.